ഹായ് മക്കളെ, നിങ്ങൾ 10th CBSE 10th കഴിഞ്ഞ് ഇരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് നീറ്റ് JEE ക്രാക്ക് ചെയ്ത് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാര്യം. അതായത് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നീറ്റ് JEE പഠിക്കാം. അപ്പോൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നീറ്റ് JEE പഠിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ +1 +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ നീറ്റിനും JEEക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ, ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂപോർട്ടിനും ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ വന്നാൽ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ബാക്കി സ്ഥാപനങ്ങളിൽ നിന്ന് എഡ്യൂപോർട്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പ്രത്യേകത നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ 1-2 ടീച്ചേഴ്സിന് നിങ്ങളെ കാണിക്കും. എന്നിട്ട് അവരെ കൊണ്ട് 1-2 ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ബാക്കിയെല്ലാം ജൂനിയർ ഫാക്കൽറ്റീസിന് കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏത് ഫാക്കൽറ്റീസിനെയാണോ നിങ്ങളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമെന്ന് പറയുന്നത്, അവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫുൾ ടൈം ക്ലാസ് എടുക്കുന്നത്. കേട്ടല്ലോ? അതായത് ഒരു ബാച്ചിന് കുറച്ച്, വേറൊരു ബാച്ചിന് കുറച്ച്, അങ്ങനെയല്ല. ഫുൾ ടൈം അവർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഹോസ്റ്റൽ ആൻഡ് ക്യാമ്പസ് ഫെസിലിറ്റീസ്. അതായത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നിങ്ങളുടെ ഫുഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോശം ഫുഡ് കഴിച്ച് ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇരിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫുഡ്, ഏറ്റവും നല്ല ഫുഡ് തന്ന് ആ ദിവസം ഫുള്ള് നിങ്ങളെ എനർജറ്റിക് ആയിട്ട് ഇരുത്തുക എന്ന് എന്നാണ് നമ്മളുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഏറ്റവും നല്ല ഫുഡ്, അവിടെ വരുന്ന ടീച്ചേഴ്സും എല്ലാവരും, അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കഴിക്കുന്നത് സെയിം ഫുഡാണ്. അതല്ലാതെ ടീച്ചേഴ്സിനൊന്ന്, സ്റ്റാഫിനൊന്ന്, കുട്ടികൾക്കൊന്ന്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഫുഡ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എന്താണ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്റ്റഡി റൂമുകളാണ്. നിങ്ങളിവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ AC സ്റ്റഡി ഹാളുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നമ്മളുടെ ക്യാമ്പസുകൾ കാണാം. നിങ്ങൾ കണ്ടിട്ട് തീരുമാനമെടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങൾ CBSE 10th, നിങ്ങളുടെ 10th മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 99% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആണ്. 100% ഫ്രീ. അതായത് 100% ഫ്രീയോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ. നിങ്ങൾക്ക് 99% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ 100% ഫ്രീയോടുകൂടി നിങ്ങൾ ഫുൾ ഫ്രീ, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ. നിങ്ങൾക്ക് ഫുഡ് ഫ്രീ, അക്കോമഡേഷൻ ഫ്രീ, ഹോസ്റ്റൽ ഫീ ഫ്രീ, കോഴ്സ് ഫീ എല്ലാം ഫ്രീ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് 98% മുകളിലാണ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫ്രീ ഉണ്ട്. കോഴ്സ് ഫീ ഫ്രീ ആണ്. അത് നിങ്ങൾ അടയ്ക്കുക പോലും വേണ്ട. പക്ഷെ എന്തടക്കണം? നിങ്ങളപ്പോൾ ഹോസ്റ്റൽ ഫീയും ഫുഡിൻ്റെ ഫീയും ഒക്കെ അടക്കണം. കേട്ടല്ലോ? അതായത് അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഇതിന് 1% വ്യത്യാസമല്ലേ ഉള്ളൂ, അങ്ങനെ തരേണ്ട കാര്യമുണ്ടോ, അതിനും കൂടി തരാൻ പാടില്ല എന്ന് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിന്തിക്കാം. നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം 1 മാർക്കിൻ്റെ വ്യത്യാസം നിങ്ങളെ എത്ര താഴെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത 97% മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് 75% കോഴ്സ് ഫ്രീ സ്കോളർഷിപ്പ് കിട്ടും. കേട്ടല്ലോ? എന്താണോ നിങ്ങളുടെ കോഴ്സ് ഫീ അതിൻ്റെ 75% നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിരിക്കും. അതുപോലെ ഇവിടെ എല്ലാം 95% മുകളിലാണെങ്കിൽ 50% കോഴ്സ് ഫീ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും. 93% ആണെങ്കിൽ 25%, 90% 20%, 80 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് 10% ഉറപ്പായിട്ടും സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം, റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് ഒരു എക്സ്പെൻസീവ് പരിപാടിയാണ് അല്ലേ? കുറച്ച് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കൂടി, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൻസിനൊരു ബർഡൻ കൊടുക്കാതെ നിങ്ങൾക്ക് സ്വയം പഠിക്കാനുള്ള ഒരു അവസരമാണിത്. നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പോടുകൂടി തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക.